ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കൂടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2016 ഒരു ത്രില്ലർ മിസ്റ്ററി മൂവിയായിട്ട് പുറത്തിറങ്ങിയ ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റോറി പറയുന്ന ഒരു മൂവിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അധികമായിട്ട് സമയം കളയാതെ നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ അടുത്തുള്ള ഒരു ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് ഒരു ലൈക്കും കൂടി അടിച്ച് ഇനി നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിങ് സീനിൽ ഈ ബുക്കെല്ലാം പബ്ലിഷ് ചെയ്യുന്ന എറിക് എന്ന് പറഞ്ഞ ഒരാളെ ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ എറിക് ആണെങ്കിലും അവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും ഒരു വലിയ അനൗൺസ്മെന്റ് ഇങ്ങനെ ചെയ്യാണ്. എന്താണ് ആ ഒരു അനൗൺസ്മെന്റ് എന്ന് വെച്ചാൽ, ഡെഡ്ലെസ് എന്ന് പറഞ്ഞ ബുക്കിന്റെ 3ാമത്തെ വോളിയം അത് 2-3 മാസം കഴിഞ്ഞിട്ട് ഇവർ പബ്ലിഷ് ചെയ്യാൻ പോവാണ്. അതുപോലെ ആദ്യത്തെ ആ 2 പാർട്ടുകൾക്കും നിങ്ങൾ ഒരുപാട് പേരും അഡിക്റ്റ് ആയിട്ടുണ്ടെന്ന് എനിക്ക് നല്ലതുപോലെ തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ഞങ്ങളെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ എത്രയും വേഗത്തിൽ ഡെഡ്ലെസ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ബുക്കിന്റെ 3ാമത്തെ വോളിയം പബ്ലിഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും എന്നിങ്ങനെ പറയുന്നതും, സത്യത്തിൽ ഡെഡ്ലെസ് എന്ന് പറഞ്ഞ ആ ഒരു ബുക്ക് വലിയ രീതിയിൽ വിറ്റഴിക്കപ്പെട്ട ഒരുപാട് പേര് ചർച്ച ചെയ്യപ്പെട്ട ഒരു ബുക്കാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ബുക്കിന്റെ 3ാമത്തെ വോളിയത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പേരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതുമല്ലാതെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ, ആ ഒരു ഡെഡ്ലെസ് എന്ന് പറഞ്ഞ ഒരു ബുക്ക് ആരാണ് എഴുതിയതെന്ന് ഇതുവരെ ആർക്കും അറിയത്തില്ല. അതെന്തോ ഈ ഒരു പബ്ലിഷർ ആയിട്ടുള്ള എറിക് വളരെ സീക്രട്ട് ആയിട്ട് വെച്ചേക്കാണ്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഈ ഒരു ബുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രാൻസ്ലേറ്റർമാരുണ്ടല്ലോ, അവരെല്ലാവരെയും ഇവിടേക്ക് കൊണ്ടുവരുന്നു. അതേസമയം കാണിക്കുമ്പോൾ പോർച്ചുഗലിൽ നിന്നും ഒരു ലേഡി വന്നിട്ടുണ്ട്. അവളുടെ പേര് ടെൽമ എന്നാണ്. അത് കഴിഞ്ഞ് ഡെൻമാർക്കിൽ നിന്ന് ഒരു ലേഡി വരുന്നു. അവരുടെ പേര് ഹെലൻ. അവളാണെങ്കിൽ ഇപ്പോൾ എയർപോർട്ടിലേക്ക് വരുന്ന സമയത്ത് അവളുടെ ഫാമിലി ഭർത്താവിനോടെല്ലാം പറയും ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് വരാമെന്നെല്ലാം പറഞ്ഞ് അവൾ ഇവിടേക്ക് വരുന്നു. അത് കഴിഞ്ഞ് ഫ്രാൻസിൽ കാണിക്കുമ്പോൾ ഒരു യങ് ആയിട്ടുള്ള ഒരുത്തൻ, അവന്റെ പേര് അലക്സ്. അത് കഴിഞ്ഞിട്ട് ജർമ്മൻകാരിയായിട്ടുള്ള ഇൻഗ്രീഡിയ, പിന്നെ ഒരു ഫ്രഞ്ചുകാരനായിട്ടുള്ള ജാവീർ എന്ന് പറഞ്ഞൊരു കണ്ണാടി. അപ്പോൾ ഇവരെല്ലാവരും ഈ ഓരോ രാജ്യങ്ങളിലെ പ്രൊഫഷണൽ ട്രാൻസ്ലേറ്റർമാരാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇറ്റാലിയൻകാരനായിട്ടുള്ള ഡാരിയോ, അത് കഴിഞ്ഞിട്ട് ഒരു ഗ്രീക്കുകാരനായിട്ടുള്ള കെട്രിനോസ്, അങ്ങനെ അത് കഴിഞ്ഞ അവസാനം ഒരു ചൈനീസുകാരനായിട്ടുള്ള ചെൻ എന്ന് പറഞ്ഞിട്ട് ഒരുത്തനും, പിന്നെ റഷ്യൻ ലേഡി ആയിട്ടുള്ള കാത്രീന. അപ്പോൾ ഇവരെല്ലാവരും പ്രൊഫഷണൽ ട്രാൻസ്ലേറ്റർമാരാണ് അവരവരുടെ രാജ്യത്തെ. അങ്ങനെ ഇവരെല്ലാവരും ഒത്തുചേർന്ന് ഒരുമിച്ച് ഇപ്പോൾ ഫ്രാൻസിലേക്കാണ് വരുന്നത്. അങ്ങനെ ഇവർ വരുന്നത് തന്നെ വലിയൊരു മാൻഷന്റെ അടുത്തേക്കാണ്. അതും വളരെ ശാന്തമായിട്ടുള്ളൊരു സ്ഥലം. അപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും ശാന്തമായിട്ടുള്ളൊരു സ്ഥലം തന്നെ ഇവർക്ക് വേണം. അങ്ങനെ ഇവർ 9 പേരും അവരവരുടെ ലാംഗ്വേജിൽ ഈ ഒരു 3ാമത്തെ വോളിയം ബുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അങ്ങനെ ഇവർ 9 പേരും ആ ഒരു മാൻഷന്റെ അകത്തേക്ക് വരുന്നതും ഈ 9 പേരുടെയും മൊബൈൽ ഫോണ്, ലാപ്ടോപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ വാങ്ങി വെച്ചിട്ട് അവരെ 9 പേരെയും അവിടെയുള്ള ഒരു അസിസ്റ്റന്റ് അകത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോവാണ്. അപ്പോൾ അത്രയും വലിയൊരു ബിൽഡിംഗ് ആണ്. അങ്ങനെ ഇവരെല്ലാവരും അകത്തേക്ക് നടന്നു വരുമ്പോൾ തന്നെ ചിന്തിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അത്രയും വലിയൊരു ബുക്കാണ്. അതുപോലെ അതിന്റെ എഴുത്തുകാരനെ പോലും ഇവർ വെളിയിൽ ആരാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത്രയും സീക്രട്ട് ആയിട്ട് ഇതിന്റെ 3ാമത്തെ വോളി ഇറക്കണമെന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റി ഉള്ള സ്ഥലം വേണം. അതുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള സ്ഥലം എന്നുള്ള രീതിയിൽ ഇവരാണെങ്കിലും ആ ഒരു ലേഡിയുടെ പുറകെ അങ്ങനെ പോകുന്നു. പക്ഷെ അവരാണെങ്കിലോ ഒരുപാട് ദൂരം ഈ ഒരു ബിൽഡിങ്ങിന്റെ താഴേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അവസാനമായിട്ട് ഇവരെല്ലാവരെയും കൊണ്ടുവരുന്നത് ഒരു സീക്രട്ട് ആയിട്ടുള്ള റൂമിലേക്കാണ്. അങ്ങനെ അതിനകത്തേക്ക് ഇറങ്ങുന്നതും ഇവർക്കെല്ലാവർക്കും ചെറിയ രീതിയിൽ പേടി തോന്നി തുടങ്ങി. അതുമല്ലാതെ ഒരു ആകാംക്ഷയുണ്ട്. അതുമല്ല, വെളിയിൽ ആ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്നതിന് മുന്നേ ഇവരാണ് ആ ഒരു ബുക്ക് വായിക്കാൻ പോകുന്നത്. ആ ഒരു എക്സൈറ്റ്മെന്റും എല്ലാവർക്കും ഉണ്ട്. അതുപോലെ ഇത്രയും സീക്രട്ട് ആയിട്ടുള്ള ഒരു പ്ലേസിന് കാരണം ഇവരാരെങ്കിലും ആ ഒരു ബുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ കയ്യിൽ ഫോണോ ലാപ്ടോപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവർ ഇന്റർനെറ്റ് വഴി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതോടെ കഴിഞ്ഞു. അത്രയും കോടിക്കണക്കിന് ജനങ്ങൾ ഈ ഒരു ബുക്കിന്റെ 3ാമത്തെ വോളിയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത്രയും പണം ഇറക്കി ചെയ്യുമ്പോഴത്തേക്കും ഇത്രയും സേഫ്റ്റി വേണ്ടേ. അങ്ങനെ ഇവരെല്ലാവരും താഴേക്ക് കൊണ്ടുവന്നിട്ട് ആ ഒരു അസിസ്റ്റന്റ് ലേഡി അവരിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇവിടെ ഫോൺ ഉപയോഗിക്കാനോ, നിങ്ങൾക്ക് ഇവിടെ ഫോണോ ലാപ്ടോപ്പോ അങ്ങനെയൊന്നും ഉപയോഗിക്കാൻ കഴിയത്തില്ല. അതുമല്ലാതെ ഇന്റർനെറ്റ് നിങ്ങൾക്ക് ആക്സസ് പോലും ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ഞങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ്, എല്ലാ കാര്യങ്ങളും. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരെ അടുത്തൊരു മുറിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ ഒരുപാട് ഗാർഡ്സ് ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ അവരെല്ലാവരും ഇവരെ തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഇവർ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോകുന്നത്. അതുമല്ല, ഇവിടെയാണ് പബ്ലിഷർ ആയിട്ടുള്ള എറിക് ഉള്ളത്. അപ്പോൾ അവൻ ഇവരോട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെല്ലാവരും നിങ്ങളുടെ ലാംഗ്വേജിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രാൻസ്ലേറ്റർമാരാണെന്ന് എനിക്ക് നല്ലതുപോലെ തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ഒരു ദിവസം 20 പേജായിരിക്കും ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അത് ആ ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾ ചെയ്ത് തീർക്കുകയും വേണം. അതുമല്ലാതെ 2 മാസം, ഈ 2 മാസം കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലത്ത് നിന്നും ഈ ഒരു ജോലിയെല്ലാം അവസാനിപ്പിച്ച് പോകാനും കഴിയത്തുള്ളൂ. സത്യത്തിൽ 1 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തീർക്കാനായിട്ട് കഴിയും. ബാക്കിയുള്ള 1 മാസം എന്തിനാണെന്ന് വെച്ചാൽ, അത് കറക്റ്റാണോ, നിങ്ങൾ ചെയ്തത് കറക്റ്റാണോ ഇല്ലയോ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും മാറ്റം വരുത്താൻ കഴിയുമോ എന്നെല്ലാം ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് നിങ്ങൾ വരുത്തി കഴിഞ്ഞാൽ അത് വലിയൊരു കുറ്റമായിരിക്കും. ഇത് വെളിയിൽ ഒരു കാരണവശാലും മറ്റൊരാൾ അറിയാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫഷണൽ ജോലിക്ക് തന്നെ അത് ബാധിക്കും. അതേപോലെ തന്നെ നിങ്ങൾ ജയിലിലും കിടക്കേണ്ടി വരും എന്നുള്ള രീതി പറയുമ്പോൾ
അവർക്ക് ചെറിയ രീതിയിൽ പേടിയാവുന്നുണ്ട്. എന്നിരുന്നാലും ഇവർ വലിയ രീതിയിൽ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം അവരങ്ങനെ തെറ്റുകളൊന്നും ചെയ്തില്ല. ഇവരിപ്പോൾ അവരുടെ ഭാഷയിൽ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇവർ അവരുടെ ജോലി ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. എല്ലാവരും അവരുടെ ഭാഷയിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. അതുമല്ല, ആദ്യത്തെ 20 പേജാണല്ലോ ഇവർക്ക് കൊടുക്കുന്നത്. അതാണെങ്കിൽ ഇവർ വായിച്ച് നോക്കുകയും ചെയ്യുന്നുണ്ട്. അതുമല്ല, ഇതിൽ കത്രീന എന്ന് പറഞ്ഞൊരു പെണ്ണ് വന്നിരുന്നല്ലോ, അവളാണെങ്കിൽ ഈ ഒരു പേജെല്ലാം വായിച്ച് തീർക്കുന്നതും അപ്പോൾ തന്നെ ഇരുന്ന് കരയുകയും ചെയ്യുന്നു. ആ ഒരു രീതിയിൽ ആ ഒരു ബുക്ക് അവളെ സ്വാധീനിച്ചിട്ടുണ്ട്. അങ്ങനെ സമയമെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ജോലി അവസാനിക്കാറായി. അതേസമയം തന്നെ എറിക്ക് ആ ഒരു പബ്ലിഷർ ഉണ്ടല്ലോ, അയാൾ ഇതിനകത്തേക്ക് ഒരു സൂട്ട് കേസുമായിട്ട് ഇങ്ങനെ വരികയാണ്. അങ്ങനെ ആ ഒരു സൂട്ട് കേസ് തുറക്കുന്നതും അതിനകത്താണ് ഒറിജിനൽ കോപ്പി ഉള്ളത് ഈ ഒരു ബുക്കിന്റെ. അതുമല്ലാതെ അതിനടുത്തായിട്ട് ഒരുപാട് രാജ്യങ്ങളുടെ കീ ചെയിനും ഉണ്ട്. അങ്ങനെ അത് വെച്ചിട്ട് ഇവിടെയുള്ള ഓരോരുത്തരുടെയും ലാപ്ടോപ്പിൽ വെച്ച് ഒരു കീ പോലെ ആക്കി അതിനകത്തുള്ള പെൻ ഡ്രൈവ് അങ്ങനെ റിമൂവ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോഴേക്കും അതിൽ പെട്ടെന്ന് ഒരുത്തം പറയുന്നുണ്ട്, എനിക്ക് ഈ ഒരു ബുക്ക് എഴുതിയ ആളെ കണ്ടാൽ കൊള്ളാവുന്നുണ്ട് എന്നിങ്ങനെ പറയുന്നതും ഏർക്ക് പെട്ടെന്ന്, ഓ അപ്പോൾ നീ ആണല്ലേ ട്വിറ്ററിൽ ആ ഒരു ട്വീറ്റ് ഇട്ടത്, ഈ ഒരു ബുക്ക് എഴുതിയ ആളെ കാണണമെന്ന്. അവന്റെ യഥാർത്ഥ പേര് ഓസ്കർ എന്നാണ്. അപ്പൊ ഈ ഒരു കാര്യം പറഞ്ഞത് ഡാറിയോ എന്ന് പറഞ്ഞിട്ട് അവനാണ്. അപ്പൊ എറിക്ക് പറയും, ഓസ്കർ എന്ന് പറഞ്ഞ അയാള് അതൊരു പെണ്ണാണോ പുരുഷനാണോ ഉയരമുള്ള ആളാണോ ചെറിയ ആളാണോ ഇതൊന്നും ആർക്കും അറിയത്തില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ ഡാറിയോ പറയും, ഇല്ല സാറേ, ഞാനത് വെറുതെ ചെയ്തതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലല്ലേ കുറച്ചുകൂടി പബ്ലിസിറ്റി കിട്ടിയിട്ട് ഇതെല്ലാവരിലേക്ക് എത്തത്തുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ എറിക്ക് പറയും, അത് നീ ചെയ്യേണ്ട ആവശ്യമില്ല, ആൾറെഡി തന്നെ ഈ ഒരു ബുക്ക് അത്രയും ഫേമസ് ആണ്, ഇതിനെ പരസ്യം ചെയ്യുന്ന ആ ഒരു ജോലി അത് ഞാൻ തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം എറിക്ക് അങ്ങനെ പറയുന്നതും ഇതിൽ ടീനേജർ ആയിട്ടുള്ള അലക്സ് എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടല്ലോ, അവൻ പെട്ടെന്ന് നമ്മുടെ എറിക്കിനെ നോക്കിയിട്ട്, നിങ്ങൾ പറയുന്നതെല്ലാം കറക്റ്റ് തന്നെയാണ്, ഓസ്കറിനെ ആരും കണ്ടിട്ടില്ല, ശരി, പക്ഷേ ഞങ്ങളല്ലേ അവന്റെ ബുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞങ്ങൾ അയാളെ കാണുന്നത് കൊണ്ട് എന്താ പ്രശ്നം, ഒരു കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ എറിക്ക് പറയും, ഇത് നോക്ക്, ഓസ്കറിനെ മറ്റാരെയും കാണുന്നതിനോട് ഒട്ടും താല്പര്യമില്ല, അയാളുടെ ഐഡന്റിറ്റി അയാൾ മറയ്ക്കാനായിട്ടാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്, അയാളുടെ ഐഡന്റിറ്റി എപ്പോഴും മറച്ചു വയ്ക്കാനാണ് അവൻ ശ്രമിക്കുന്നത്, അതുകൊണ്ട് അതിനെപ്പറ്റി ഇനി കൂടുതലായിട്ട് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും പറഞ്ഞു വിടുന്നതും അടുത്തത് കാണിക്കുമ്പോൾ നമ്മുടെ കത്രീന എന്ന് പറഞ്ഞ ഒരു പെണ്ണുണ്ടല്ലോ, അവളിപ്പോൾ ആ ഒരു പബ്ലിഷറിന്റെ എറിക്കിന്റെ റൂമിൽ അവനെ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ്. അതുമല്ലാതെ എറിക്കാണെങ്കിലോ അടുത്ത റൂമിൽ നിന്നും ആരോടോ ഫോൺ വിളിച്ചിങ്ങനെ സംസാരിക്കുന്നു. അങ്ങനെ ആരും കാണാത്ത ആ ഒരു സമയത്ത് കത്രീന പതിയെ ആ ഒരു ഒറിജിനൽ കോപ്പി ഇരിക്കുന്ന ആ ഒരു സ്യൂട്ട് കേസ് ഉണ്ടല്ലോ അത് തുറക്കാനായിട്ട് ഇങ്ങനെ ചെല്ലാണ്. ഇവളെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് അറിയത്തില്ല. അങ്ങനെ അതിനടുത്തേക്ക് ചെന്നിട്ട് അത് എങ്ങനെയോ അതിന്റെ പാസ്വേഡ് എല്ലാം അടിച്ചിട്ട് അത് തുറക്കുന്നതും അതിനകത്ത് ഒറിജിനൽ കോപ്പി അവൾ കാണുന്നതും അതേസമയം എറിക്ക് വിടുന്ന വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവൾ അത് നോർമലാക്കി വെച്ചിട്ട് അവിടേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ എറിക്ക് എന്തിനാണ് കത്രീനെ ഇവിടേക്ക് വിളിച്ചതെന്ന് വെച്ചാൽ അവൾ നല്ലതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അവൾ വളരെ വേഗത്തിൽ അത് തീർത്തത് കൊണ്ട് അവളെ ഒന്ന് അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട്, അതുമല്ല അത് അവളോട് കുറച്ച് സംസാരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് അവൻ വിളിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അവളും അങ്ങനെ അഭിനയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ ഒരു സീൻ കട്ട് ചെയ്തിട്ട് പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ഒരു സിറ്റി വിട്ട് കുറച്ച് ഉള്ളിലേക്കുള്ള ഒരു പഴയ ബുക്ക് ഷോപ്പിലേക്ക് എറിക്ക് അങ്ങനെ വരികയാണ്. അങ്ങനെ അവിടേക്ക് വന്നിട്ട് ജോർജ് എന്ന് പറഞ്ഞ ഒരു വയസ്സായിട്ടുള്ള ഒരു അപ്പൂപ്പനെ കാണുന്നു. അങ്ങനെ എറിക്ക് അവിടേക്ക് വന്നിട്ട് ജോർജ് എന്ന് പറഞ്ഞ ഒരു അപ്പൂപ്പനെ കണ്ടിട്ടാണ് പറയുന്നത്, ഇപ്പോൾ ബുക്കുകളെല്ലാം എഴുതിയിട്ട് ഒരുപാട് പണം സമ്പാദിച്ചല്ലോ, ഇത് വെച്ചിട്ട് ഒരുപാട് രാജ്യങ്ങൾ ചുറ്റി വരാമെന്ന് തോന്നുന്നു എന്നെല്ലാം പറയുമ്പോൾ ജോർജ് അപ്പൂപ്പൻ പറയും, ആ എൻ്റെ ജോലി ഇതായിപ്പോയില്ലേ, എന്തായാലും ഡെഡ്ലെസ് എന്ന് പറഞ്ഞ ഒരു ബുക്കിന്റെ വോളിയം 3 എഴുതി കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും റിട്ടയർ ചെയ്യാൻ പോവാണ് എന്നിങ്ങനെ പറയുമ്പോൾ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഡെഡ്ലെസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബുക്കിന്റെ എഴുത്തുകാരൻ ഈ ഒരു അപ്പൂപ്പനായിരുന്നു എന്ന്. അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും പ്രസന്റിൽ കാണിക്കുമ്പോൾ ഇപ്പോൾ അവർ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വന്ന എല്ലാവരും അതിനകത്ത് വളരെ ജോളിയായിട്ട് ഓരോ ഗെയിമെല്ലാം കളിച്ച് ഓരോരോ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്തിട്ട് അവർ നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു, എല്ലാവരും ഹാപ്പിയാണ്, അവരുടെ ജോലി നല്ലതുപോലെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഫ്രീ ടൈമിലാണെങ്കിൽ പാർട്ടി, ഗെയിം കളി, ഇങ്ങനെ പല രീതിയിൽ അവരുടെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഒരു വലിയ പ്രശ്നം എന്താണെന്ന് കാണിക്കുമ്പോൾ നമ്മുടെ എറിക്ക് ഫുഡെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നു. അതെടുത്ത് നോക്കുന്നതും അവനങ്ങ് ഞെട്ടിപ്പോവാണ്. ഇത് കാണുന്നതും എറിക്ക് പെട്ടെന്ന് ദേഷ്യപ്പെട്ട് ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് അങ്ങനെ ആ ഒരു 9 വരെ അവിടേക്ക് വിളിച്ചിരുത്തി എല്ലാവരോടും നല്ല ദേഷ്യപ്പെട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് കാര്യം മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഡെഡ്ലെസ് എന്ന് പറഞ്ഞ ആ ഒരു ബുക്കിന്റെ വോളിയം 3 10 പേജ് വെളിയിൽ ലീക്ക് ആയിട്ടുണ്ട്. അതുമല്ല അത് പബ്ലിഷ് ചെയ്തവൻ എറിക്കിനോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ മര്യാദയ്ക്ക് എനിക്ക് $5 മില്യൺ അത് തന്നില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള 100 പേജും ഞാൻ അടുത്ത ദിവസം തന്നെ പബ്ലിഷ് ചെയ്യും എന്നും പറഞ്ഞിട്ടാണ് അവൻ ആ ഒരു മെസ്സേജ് തന്നെ അയച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ എറിക്ക് ഇത്ര ദേഷ്യപ്പെട്ടതും. എന്നിട്ട് ഈ 9 പേരോട് പറയും, നിങ്ങൾ 9 പേരും മാത്രമേ ഈ ഒരു ഒറിജിനൽ സ്ക്രിപ്റ്റ് കണ്ടിട്ടുള്ളൂ, അതുകൊണ്ട് നിങ്ങളിൽ ഒരാളാണ് ഈ ഒരു കാര്യം ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് മര്യാദയ്ക്ക് അത് ആരാണെന്ന് പറഞ്ഞേ പറ്റൂ എന്ന് വളരെ കാര്യമായിട്ട് തന്നെയാണ് എറിക്ക് ഇവരോട് സംസാരിക്കുന്നത്. അപ്പോഴേക്കും അവിടെയുള്ള ഒരു ട്രാൻസ്ലേറ്റർ അവൻ പെട്ടെന്ന് ഇതെല്ലാം കേട്ടിട്ട് ചിരിക്കാൻ തുടങ്ങും. എന്നിട്ട് പറയും, ഓ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബുക്കിന്റെ വാല്യൂ എല്ലാം കുറഞ്ഞില്ലേ, അപ്പൊ ഈ ഒരു ബുക്ക് ഇനി ആരും പണം കൊടുത്ത് വാങ്ങാൻ പോകുന്നില്ല എന്നുള്ള രീതിയിൽ അവൻ അത്രയും ചിരി വന്ന് കളിയാക്കി ഇങ്ങനെ പറയുന്നതും ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ എറിക്കിന് നല്ല ദേഷ്യം വരും. അവിടെയുള്ള ഒരു സെക്യൂരിറ്റിയോട്
അങ്ങനെ തല കാണിക്കുന്നത് ആ ഒരു സെക്യൂരിറ്റി വന്ന് ആ ഒരു ട്രാൻസ്ലേറ്ററിനെ ഒരു ഒറ്റയിടി, എന്നിട്ട് ബാക്കിയുള്ള സെക്യൂരിറ്റികൾ ആ ഒരു തോക്കലെടുത്ത് കാണിക്കുന്നതും എല്ലാവരും ഇപ്പോഴാണ് കാര്യം സീരിയസ് ആയിട്ട് എടുക്കുന്നത്. അല്ല ഇവരിപ്പോൾ എന്താ ദേഹത്ത് കൈവയ്ക്കുന്നത് എന്നും പറഞ്ഞിട്ട് എല്ലാവരും പേടിക്കുമ്പോൾ നമ്മുടെ എറിക്ക് പറയും, ദേ ഇത് നോക്ക്, നിങ്ങളിൽ 9 പേരിൽ ആരും ഒരാളാണ് ഈ ഒരു ആവശ്യമില്ലാത്ത കാര്യം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരാളായിട്ട് തന്നെ മുന്നിലേക്ക് വന്ന് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം ഇവിടെ വെച്ച് തന്നെ കഴിഞ്ഞു. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് നല്ലതുപോലെ തന്നെ അറിയാലോ എന്നും പറഞ്ഞിട്ട് എറിക്ക് അവിടെ നിന്ന് പോകുന്നതും അടുത്ത സീനിൽ കാണിക്കുമ്പോൾ ആ ഒരു സെക്യൂരിറ്റികളുണ്ടല്ലോ അവരെല്ലാവരും ഓരോ റൂമിലേക്ക് ചെന്നിട്ട് ഈ ട്രാൻസ്ലേറ്റർമാർ ആരെങ്കിലും ഒരാൾ ഫോണോ എന്തെങ്കിലും ഒളിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ടോ ഇല്ലെന്നല്ല ഇങ്ങനെ പരിശോധിക്കുകയാണ്. അത് ചെയ്യുന്നത് മാത്രമല്ലാതെ ഒരുപാട് ട്രാൻസ്ലേറ്റർമാരെ പിടിച്ചു വെച്ചിട്ട് അവരോട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ സത്യം അറിയാൻ വേണ്ടി അവരിങ്ങനെ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഫാമിലിയൊക്കെ ഉള്ള ഒരു ലേഡി ഉണ്ടല്ലോ അവരുടെ റൂമിൽ വന്ന് ഇങ്ങനെ പരിശോധിക്കുമ്പോൾ അവരുടെ കട്ടിലിനടിയിലായിട്ട് ഒരു സ്ക്രിപ്റ്റ് ഇരിക്കുന്നതായിട്ട് അവനിങ്ങനെ കാണുകയും ചെയ്യുന്നു. അങ്ങനെ അതെടുത്തുകൊണ്ട് പോയി എറിക്കിന്റെ കയ്യിൽ കൊടുക്കുമ്പോഴത്തേക്കും എറിക്ക് അവരോട് ചോദിക്കും, അല്ല ഇതെന്താണ്, മര്യാദയ്ക്ക് സത്യം പറഞ്ഞു എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് അവർ പറയുന്നത് ഇത് അവരുടെ സ്വന്തം നോവലാണ്. 8 വർഷമായിട്ട് ഈ ഒരു നോവൽ അവർ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, എനിക്ക് ഈ ഒരു നോവൽ എഴുതാനായിട്ട് വളരെ ഇഷ്ടമാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞ് കുട്ടികൾ വന്നതിന് ശേഷം എനിക്കിത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഒരിക്കലും കഴിഞ്ഞില്ല. എനിക്ക് വളരെ സമാധാനമായിട്ടുള്ളൊരു ജീവിതം വേണം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്ഥലത്തേക്ക് തന്നെ വന്നത്. അതുമല്ല ഇവിടെ നിങ്ങളുടെ ആ ഒരു ജോലി കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടുന്ന ഫ്രീ ടൈമിൽ എൻ്റെ ഈ ഒരു നോവൽ ഞാൻ എഴുതാമെന്ന് വിചാരിച്ചു എന്നെല്ലാം വളരെ പാവമായിട്ട് അവരിങ്ങനെ പറയുമ്പോൾ അവർ എറിക്ക് പറയും, ഇതൊക്കെ ഒരു നോവലാണോ? ഇതൊന്നും ഒരു കാശിന് പോലും കൊള്ളത്തില്ല. നിനക്കൊന്നും ഒരു കഴിവുമില്ല എന്നുള്ള രീതിയിൽ വളരെ പുച്ഛത്തോടെ തന്നെ അവരോട് സംസാരിച്ച്, അതുമല്ല നിങ്ങളിവിടെ വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഈ ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ നിങ്ങളുടെ നോവൽ എഴുതാൻ വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് നിങ്ങൾക്കിതിന് തക്കതായിട്ടുള്ള ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ 8 വർഷമായിട്ട് എഴുതിക്കൊണ്ടിരുന്ന ആ ഒരു നോവലിന്റെ പേപ്പറുണ്ടല്ലോ അത് പെട്ടെന്നെടുത്ത് തീയിലേക്കിട്ട് അങ്ങ് കത്തിക്കുകയാണ്. അങ്ങനെ ഈ ഒരു കാര്യം കണ്ണ് നിറഞ്ഞുകൊണ്ട് അവർക്ക് കാണാനല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ട്രാൻസ്ലേറ്റർമാരെല്ലാവരും ഒരു റൂമിലിരുന്ന് അവർ തന്നെ പരസ്പരം ഇങ്ങനെ സംസാരിക്കുകയാണ്, നമ്മളുടെ കൂട്ടത്തിൽ ആരാണ് ഇത് ചെയ്തത്? നമ്മളെല്ലാവരും വളരെ താല്പര്യത്തോടെ തന്നെയാണ് ഈ ഒരു ജോലി ചെയ്യാനായിട്ട് ഇവിടെ വന്നത്. പക്ഷെ നമ്മളുടെ കൂട്ടത്തിൽ വന്നതിന് ഈ ഒരു ചതി ചെയ്തത് ആരാണെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരു ചൈനീസുകാരനുണ്ടല്ലോ ചെന്നെന്ന് പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് പറയും, അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ആരും ഒരാൾ ഫോൺ കൊണ്ടുവന്നിട്ടുണ്ട്, ആ ഒരാളായിരിക്കണം ഇത് ചെയ്തിട്ടുള്ളത് എന്നിങ്ങനെ പറയുന്നതും പെട്ടെന്ന് എല്ലാവരും തിരിഞ്ഞ് ഒരു ട്രാൻസ്ലേറ്ററിനെ ഇങ്ങനെ നോക്കാണ്. അതൊരു കണ്ണാടി, അവന്റെ കയ്യിലാണെങ്കിൽ എന്തോ കൈ ഒടിഞ്ഞിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ അവൻ ചോദിക്കും, ഹേയ് നിങ്ങളെല്ലാവരും എന്തിനാ എന്നെ നോക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ, ഹേയ് നിങ്ങളെല്ലാവരും ഇപ്പൊ എന്തിനാ എന്നെ നോക്കുന്നേ? ഞാൻ ഇവിടേക്ക് വരുന്നതിന് മുന്നേ ബൈക്കിൽ നിന്ന് വീണാണ് എന്റെ കൈ ഒടിഞ്ഞത്, അത് വെച്ചിട്ടാണ് ഈ ഒരു കെട്ട് എന്നെല്ലാം അവൻ പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും അവരാരും അത് വിശ്വസിക്കുന്നില്ല. എല്ലാവരും കൂടി ചേർന്ന് അവന്റെ കൈ പിടിച്ച് അവർ കെട്ടഴിച്ച് നോക്കുമ്പോൾ സത്യത്തിൽ അവന്റെ കൈ ഒടിഞ്ഞിട്ട് തന്നെയാണ് അവർ കെട്ടി വെച്ചിരിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് അലക്സ് എന്ന് പറഞ്ഞ ഒരു ചെറിയ പയ്യൻ അവനാണെങ്കിൽ നേരെ അവന്റെ റൂമിലേക്ക് വന്ന് നോക്കുമ്പോൾ എല്ലാം അലങ്കോലമായിട്ട് ഇങ്ങനെ കിടക്കുന്നു. ഇവന്മാർ ഈ ഒരു രീതിയിൽ കേടാക്കി വെച്ചു എന്നെല്ലാം പറഞ്ഞ് അവൻ റൂമിൽ നിൽക്കുമ്പോൾ കത്രീന എന്ന് പറഞ്ഞ ആ ഒരു ലേഡി അവൾ ഇതിനകത്തേക്ക് കയറി വരികയാണ്. അവൾ വന്നിട്ട് ഇപ്പോൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അലക്സ് എനിക്ക് നിന്നെയാണ് സംശയം, നീ പ്രൊഫഷണലായിട്ട് ഒരു ട്രാൻസ്ലേറ്ററേ അല്ല, വേറെ എന്തൊക്കെയോ തെറ്റുകൾ ചെയ്തിട്ട് ഇവരെ പറ്റിച്ചാണ് നീ ഇതിനകത്തേക്ക് കയറിയത്. അതുകൊണ്ട് സത്യം പറയേ, എനിക്ക് നിന്നെ ഒട്ടും വിശ്വാസമില്ല, നീ അല്ലേ ആ ഒരു 10 പേജ് പബ്ലിഷ് ചെയ്തത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അപ്പോഴാണ് നമ്മുടെ അലക്സും ഒരു സത്യം ഇങ്ങനെ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ അവനൊരു പ്രൊഫഷണലായിട്ടുള്ള ട്രാൻസ്ലേറ്ററേ അല്ല, പിന്നെ അവൻ ആരാണെന്ന് വെച്ചാൽ ഡെല്ലസ് എന്ന് പറഞ്ഞ ഈ ഒരു ബുക്കിന്റെ ഒരു വലിയ ആരാധകനാണ് അവൻ. അതുകൊണ്ട് തന്നെ ഇത് എഴുതിയ ആളെ കാണാൻ വേണ്ടിയിട്ടാണ് അവൻ ശ്രമിച്ചിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ട് ഇവൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആൾറെഡി ഡെല്ലസ് എന്ന് പറഞ്ഞ ആ ഒരു ബുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തല്ലോ, അത് വീണ്ടും അതൊന്നുകൂടി അവൻ ട്രാൻസ്ലേറ്റ് ചെയ്തു, അതും നേരത്തെ ചെയ്ത ആ ഒരു ട്രാൻസ്ലേറ്ററിനെ കാട്ടി ബെറ്റർ ആയിട്ട്. അതുകൊണ്ട് തന്നെ എറിക്ക് അലക്സിനെ വിളിച്ചു വരുത്തിയിട്ട്, അല്ല എല്ലാവരും നിന്റെ പേരാണല്ലോ പറയുന്നത്, അല്ല അലക്സ് നീ വളരെ വൃത്തിയായിട്ട് ഈ ഒരു ബുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തെന്നാണല്ലോ എല്ലാവരും പറയുന്നത്, അതുകൊണ്ട് തന്നെ വോളിയം 3 നീ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്നാണ് എല്ലാവരും എന്നോട് പറയുന്നത്. അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് നിനക്ക് എന്താ ഇത്ര താല്പര്യം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അലക്സ് പറയും, ഞാൻ ഈ ഒരു ബുക്കിന്റെ വലിയൊരു ഫാനാണ്, അതുകൊണ്ട് തന്നെ ഇത് എഴുതിയ ആളെ എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അതുമല്ലാതെ നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഇനി ഇറങ്ങാൻ പോകുന്ന വോളിയം 3 അതിന്റെ ആദ്യത്തെ കുറച്ച് സെന്റൻസ് എന്താണെന്ന് ഞാൻ ഗസ് ചെയ്ത് വരെ വെച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയുന്നതും എറിക്ക് പറയും, ഓ അങ്ങനെയാണല്ലേ, ശരി അതൊന്ന് എഴുതി കാണിക്ക് എന്നിങ്ങനെ പറയുമ്പോൾ അലക്സും അതൊരു പേപ്പറിൽ എഴുതി കൊടുക്കുന്നതും എറിക്കെടുത്ത് വായിക്കുമ്പോഴത്തേക്കാണ് അവൻ തന്നെ ഷോക്കായി പോകുന്നത്. 3rd വോളിയം ഇതുവരെ റിലീസ് പോലും ആയിട്ടില്ല, അതിനു മുന്നേ തന്നെ അതിന്റെ ഫസ്റ്റ് സെന്റൻസ് അവൻ എന്താണെന്ന് വരെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എറിക്ക് ചോദിക്കും, അല്ല ഇതെങ്ങനെയാണ് നീ ചെയ്തത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവൻ പറയും, ആൾറെഡി 2 വോളിയം റിലീസ് ചെയ്തല്ലോ, അതിൽ 2ലും ഒരുപാട് ഹിഡൻ ഡീറ്റെയിൽസ് ഉണ്ട്, അത് സോൾവ് ചെയ്തിട്ടാണ് ഞാൻ ഇത് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു 3ാമത്തെ വോളിയം ആ ഒരു ബുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ടുള്ള അവസരം തന്നു കഴിഞ്ഞാൽ ഞാൻ അത്രയും വൃത്തിയായിട്ട് അതൊരു കാര്യം ചെയ്തു തീർക്കും എന്നിങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ എറിക്കിന് അത് ഇഷ്ടപ്പെട്ടിട്ട് അലക്സിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് കൊണ്ടുവരുന്നത്.
അപ്പോൾ അലക്സ് ആ ഒരു ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷിലാണ്, ഒറിജിനൽ കോപ്പി ഫ്രഞ്ചിലാണ് ഉള്ളത്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ അലക്സ് കത്രീനയോട് അങ്ങനെ പറയുന്നതും അവളിപ്പോൾ ഒരു പഴയ ഫ്ലാഷ് ബാക്ക് അങ്ങനെ പറയാണ്. അത് വേറെ ഒന്നുമില്ല, കുറച്ച് മുന്നേ അവൾ ആ ഒരു പബ്ലിഷറിന്റെ റൂമിലേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ള ആ ഒരു പെട്ടി തുറന്നിട്ട് ആ ഒരു സ്ക്രിപ്റ്റ് അവൾ കണ്ടിരുന്നല്ലോ. അതിനെ പറ്റിയാണ് ഇങ്ങനെ പറയുന്നത്. ഞാൻ ആ ഒരു സ്യൂട്ട് കേസ് തുറന്ന് ആ ഒരു മെയിൻ സ്ക്രിപ്റ്റ് അത് ഞാൻ കണ്ടിരുന്നു. ഞാൻ എന്തിനാണ് അത് ഓപ്പൺ ചെയ്തതെന്നറിയോ? എനിക്ക് ആ ഒരു ബുക്ക് കാണാനായിട്ട് അത്ര ഇൻട്രസ്റ്റ് ആയിരുന്നു. അതുമല്ല അത്രയും റിസ്ക് എടുത്തിട്ട് ഞാൻ എന്തിനാണെന്നറിയോ ആ ഒരു സ്യൂട്ട് കേസ് തുറന്ന് ആ ഒരു സ്ക്രിപ്റ്റ് നോക്കിയത്. ആ ഒരു ആദ്യത്തെ 20 പേജ് വായിച്ചപ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ ബാക്കി എന്താണെന്ന് അറിയാൻ വേണ്ടി അത്രയും ആകാംക്ഷയായിരുന്നു. അതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ എടുത്ത് വെളിയിൽ പബ്ലിഷ് ചെയ്ത് അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല എന്നുള്ള സത്യം അവളും ഇങ്ങനെ പറയാണ്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ കാണിക്കുമ്പോൾ ഈ ഒരു 10 പേജ് ആരോ ഒരുത്തൻ ലീക്കാക്കിയ ആ ഒരു കാര്യം എല്ലാവരും അറിഞ്ഞിട്ട് അതിനെപ്പറ്റിയെല്ലാം പല പത്രങ്ങളിലായിട്ട് അങ്ങനെ ന്യൂസ് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു കാര്യം കാണുന്നതും എറിക്കിനി കുറച്ചുകൂടി ദേഷ്യമായി. അതുകൊണ്ട് തന്നെ അവൻ എന്താ ചെയ്തു വെച്ചാൽ അവിടെയുള്ള 9 പേരെയും പിടിച്ചു നിർത്തി അവരുടെ വസ്ത്രമെല്ലാം അഴിച്ചിട്ട് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാണ്. എന്നിട്ട് പറയും, ദേ ഇനിയും നിങ്ങൾ സത്യം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്നെല്ലാം പറയുമ്പോൾ അടുത്തൊരു മെസ്സേജ് അവന് വീണ്ടും വരികയാണ്. നിങ്ങൾ ഇതുവരെ ഞാൻ പറഞ്ഞ പണം എനിക്ക് അയച്ചിട്ടില്ല. ഇനി നിങ്ങൾക്ക് വെറും 6 മണിക്കൂർ മാത്രമേ സമയമുള്ളൂ. അതിനുള്ളിൽ നിങ്ങൾ 21 മില്യൺ അത് അയച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ബുക്കിന്റെ അടുത്ത 100 പേജ് ഞാൻ വെളിയിൽ പബ്ലിഷ് ചെയ്യും എന്നിങ്ങനെ മെസ്സേജ് അയക്കുന്നതും എറിക്കിന് കുറച്ചുകൂടി ദേഷ്യമായിട്ട് ഇവിടെയുള്ള എല്ലാവരും നല്ല രീതിയിൽ വഴക്ക് പറഞ്ഞ്, ഇനി ഈ ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് ആർക്കും ഒരു കാര്യം പോലും കിട്ടാൻ പോകുന്നില്ല. എപ്പോഴാണോ നിങ്ങൾ സത്യം എന്നോട് പറയുന്നത് അപ്പോഴും മാത്രമേ നിങ്ങൾ എവിടെ നിന്ന് പുറത്ത് വിടത്തുള്ളൂ ഇതിങ്ങനെ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് വെളിയിലേക്ക് പോകുന്നതും ഈ ഒരു സ്ഥലത്തിന്റെ ലൈറ്റ് എല്ലാം ഓഫ് ആവുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ ഇതിൽ ആരാണ് ആ ഒരു കള്ളനെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ രാത്രി ആവുന്നതും ഇവരെല്ലാവരും മെഴുകുതിരിയെല്ലാം കത്തിച്ച് വെച്ചിട്ട് എല്ലാവർക്കും വളരെ വിഷമായി പോയി. ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഇവരെല്ലാവരും ഇവിടേക്ക് വന്നത്. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ എല്ലാവരും പെട്ടുപോയത് കൊണ്ട് നല്ല വിഷമമുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ജോർജ് എന്ന് പറഞ്ഞാൽ ആ ഒരു എഴുത്തുകാരനുണ്ടല്ലോ, അയാളെ എറിക്ക് പോയി കണ്ടിട്ട് ഈ ഒരു ബുക്കിന്റെ 3ാമത്തെ വോളിയം അത് ഞാൻ പല ഭാഷകളിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോവാണ്, അതും ഒരു സീക്രട്ട് ആയിട്ടുള്ള പ്ലേസിൽ വെച്ചിട്ട് എത്രയും പെട്ടെന്ന് നമുക്കത് വെളിയിൽ വിടാം എന്നിങ്ങനെ പറയുന്നതും ആ ഒരു ജോർജ് പോവാൻ പറയും, ഇത് നോക്ക്, ഇനി നിന്നോട് എനിക്ക് വർക്ക് ചെയ്യാനായിട്ട് താല്പര്യമില്ല. നിന്നോടൊപ്പം അവസാനമായിട്ട് വർക്ക് ചെയ്യാൻ പോകുന്ന ആ ഒരു ബുക്ക് ഡെഡ്ലെസ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ബുക്ക് മാത്രമാണ് എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ എറിക്കിന് നല്ല ദേഷ്യമായി. എന്നിട്ട് ജോർജിനോട് പറയും, അതെ ഈ ഒരു ബുക്കിന്റെ വാല്യൂ എന്താണെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങൾക്ക് എത്ര മില്യൺ വേണമെങ്കിലും ഞാൻ തരാം. ഇതുപോലെ ഒരുപാട് ബുക്കുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഇനിയും നിങ്ങൾ എനിക്ക് എഴുതി തരണം എന്ന് നമ്മുടെ എറിക്ക് ഇങ്ങനെ പറയുന്നതും ജോർജ് പറയും, ദേ ഈ ഒരു കാര്യം നീ ആലോചിച്ച് നോക്ക്. ആദ്യം നീ എൻ്റെ അടുത്ത് വരുമ്പോൾ നീ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? വളരെ പാവമായിട്ടുള്ള ഒരു നല്ല പബ്ലിഷർ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ കാശ് വന്നതിന് ശേഷം നിന്റെ രീതി തന്നെ നല്ലതുപോലെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി മുതൽ നിന്നോടൊപ്പം വർക്ക് ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമില്ല എന്നിങ്ങനെ പറയുമ്പോൾ ആ ഒരു ഫ്ലാഷ് ബാക്ക് ഇപ്പോൾ കട്ട് ചെയ്യാണ്. വീണ്ടും ഒരു പ്രസന്റിൽ കാണിക്കുമ്പോൾ ഡാറിയോ എന്ന് പറഞ്ഞ ആ ഒരു ട്രാൻസ്ലേറ്റർ ഉണ്ടല്ലോ, അവനിപ്പോൾ ഒരു കത്തിയും അതേപോലെ തന്നെ കത്തിച്ച് വെച്ച ഒരു മെഴുകുതിരി എടുത്ത് എവിടേക്കും ഇങ്ങനെ നടന്നു പോകുന്നു. അതും നമ്മുടെ എറിക്ക് അവനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അങ്ങനെ നടന്നു പോകുമ്പോൾ അവനൊരു കാര്യം കണ്ട് പെട്ടെന്ന് ഞെട്ടുന്നു. എന്താണെന്ന് കാണിക്കുമ്പോൾ ആഹാ, ഇവരുടെ കൂട്ടത്തിൽ വന്ന ഒരു ലേഡി ഉണ്ടല്ലോ, അവരിപ്പോൾ തൂങ്ങി മരിക്കുകയാണ് ചെയ്യുന്നത്. അതും 8 വർഷമായിട്ട് ആ ഒരു നോവൽ എഴുതിയല്ലോ, അവരാണ് തൂങ്ങി മരിച്ചിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു കാര്യം എല്ലാവരും കണ്ടിട്ട് നമ്മുടെ എറിക്ക് കാണുമ്പോഴത്തേക്കും അവന് നല്ല വിഷമായി. ഒരുപക്ഷെ ഇവർ പറഞ്ഞതുപോലെ 8 വർഷമായിട്ട് അവർ ആ ഒരു നോവൽ എഴുതി ആ ഒരു വിഷമത്തിലായിരിക്കും അവർ മരിച്ചത് എന്നുള്ള രീതിയിൽ അവൻ പറഞ്ഞു, ഓക്കെ അതെന്തായാലും കഴിഞ്ഞു എന്നും പറഞ്ഞ് അവരുടെ ശരീരം അങ്ങനെ ഇവരടുത്തേക്ക് മാറ്റി വെച്ച് ഇത് വെളിയിലുള്ള ആരും അറിയരുത്. എന്നിട്ട് ഇവരോട് പറയും, ഇതേ അവസ്ഥയായിരിക്കും നിങ്ങൾക്കും, അതുകൊണ്ട് മര്യാദയ്ക്ക് സത്യം പറയാൻ നോക്ക് എന്നിങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് അവരൊരു ഫോൺ കോൾ വരികയാണ്. ആരാണ് വിളിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു അസിസ്റ്റന്റ് ആയിട്ടുള്ള പെണ്ണുണ്ടല്ലോ, അവളിപ്പോൾ ഉള്ളത് അലക്സ് എന്ന് പറഞ്ഞ ആ ഒരു പയ്യന്റെ സ്ഥലത്താണ്. കാരണം അവനാണ് ഈ ഒരു ബുക്കിനെ പറ്റി ഗസ് എല്ലാം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അവന്റെ അപ്പാർട്ട്മെന്റിലേക്ക് വന്ന് സീക്രട്ട് ആയിട്ട് അവർ ചെക്ക് ചെയ്യാണ്. പക്ഷെ അവിടെ വന്ന് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും അവിടെ സംശയിക്കുന്ന രീതിയിൽ ഒന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം തന്നെ ഇവിടെ ഈ ഒരു ട്രാൻസ്ലേറ്റർമാരെ കാണിക്കുമ്പോൾ അവരെല്ലാവരും ആ ഒരു ഡെഡ് ബോഡി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. കാരണം ഇവരോടൊപ്പം ഇത്രയും നാൾ ജോലി ചെയ്ത ഒരാളാണ് ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ കിടക്കുന്നത്. ആ ഒരു രീതിയിൽ എല്ലാവരും വിഷമിച്ചിങ്ങനെ നിൽക്കുന്നതും വീണ്ടും നമ്മുടെ എറിക്കിന് ഒരു മെസ്സേജ് വരികയാണ്. വേറെ ആരുമില്ല, ആ ഒരു മോഷ്ടാവാണ്. അവനിപ്പോൾ അയക്കുന്ന ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, നീ ഇത്രയും നേരമായിട്ടും ഞാൻ പറഞ്ഞ ആ ഒരു പണം അത് അയച്ചില്ല, അതുകൊണ്ട് ബാക്കിയുള്ള ആ ഒരു 100 പേജ് അത് ഞാനിപ്പോൾ പബ്ലിഷ് ചെയ്യാൻ പോവാണ്. അതുമല്ലാതെ അടുത്ത 200 പേജ് അത് ഞാൻ പബ്ലിഷ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ നീ 80 മില്യൺ യൂറോ തരണം, ഇല്ലാന്നുണ്ടെങ്കിൽ അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ ഒരു മോഷ്ടാവ് മെസ്സേജ് അയക്കുന്നതും അത്രയേ ഉള്ളൂ. ഇവർക്കിപ്പോൾ ഒരു ഭ്രാന്തനെ പോയാലും മാറിയിട്ട് തോക്കെല്ലാം എടുത്ത് ഇവരെല്ലാം കൊല്ലാനായിട്ട് ഇങ്ങനെ നിൽക്കാണ്. കാരണം ഇവനാണെങ്കിൽ പണം എന്ന് പറഞ്ഞ് നടക്കല്ലേ. അതിനിടയിൽ അത്രയും പണം മുടക്കി ഇവൻ ഈ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് അത് വേറെ ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? മര്യാദയ്ക്ക് സത്യം പറഞ്ഞു എല്ലാത്തിനും ഞാൻ കൊന്നുകളയുമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ അലക്സ് കൈ പൊക്കിയിട്ട് വേറെ ആരും ഒന്നും ചെയ്യരുത്, ഞാനാണത് ചെയ്തത് എന്നും പറഞ്ഞിട്ട് അവനിങ്ങനെ സത്യം പറയുമ്പോൾ ഇയർക്ക് എനിക്ക് അപ്പോഴേ അറിയാം നീ തന്നെയാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞിട്ട് അവനെ നല്ല രീതിയിൽ അവിടെ ഇട്ട് ഇങ്ങനെ അടിക്കുകയാണ്. എന്നിട്ട് അവനെ നല്ല രീതിയിൽ അടിച്ച് അവനോട് പിന്നെയും ചോദിക്കുകയാണ്, ഈ ലീക്ക് ആയത് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യണം? മര്യാദയ്ക്ക് പറഞ്ഞോ,
ഇല്ലാന്നുണ്ടെങ്കിൽ നിന്നെയും ഇവിടെയുള്ള എല്ലാവരെയും ഞാൻ കൊല്ലും എന്നിങ്ങനെ അവനോട് പറയുന്നതും അവൻ പറയും, സോറി എനിക്കത് കഴിയത്തില്ല, ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം വെച്ചിട്ടാണ് ഞാനത് ചെയ്തിട്ടുള്ളത്. അതുപോലെ അതിപ്പോൾ ഉള്ളത് ലണ്ടനിലാണ്, ഒരു സീക്രട്ട് ആയിട്ടുള്ള പ്ലേസിൽ. ഞാൻ ചോദിച്ച ആ ഒരു പണം അത് നിങ്ങൾ എനിക്ക് തന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു സിസ്റ്റം ഓഫ് ആയിക്കോളും. ഇതല്ലാതെ അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് വേറെ വഴിയില്ലാന്ന് ഇങ്ങനെ പറയുമ്പോൾ ഇതും കൂടി കേൾക്കുമ്പോൾ എറിക്കിന് നല്ലതുപോലെ ദേഷ്യമായി. എന്നിട്ട് വീണ്ടും തോക്ക് കാണിച്ചിട്ട് മര്യാദയ്ക്ക് ആ ഒരു അഡ്രസ്സ്, യഥാർത്ഥ അഡ്രസ്സ് അത് എവിടെയുണ്ടെന്ന് പറ എന്നിങ്ങനെ ചോദിക്കുന്നതും അവനാണെങ്കിൽ എല്ലാ സത്യങ്ങളും പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് ഇതേപോലെ അവൻ പറഞ്ഞ ആ ഒരു അഡ്രസ്സിലേക്ക് പോകാനായിട്ട് പറയും. അതുമല്ല എറിക്കിന്റെ ആ ഒരു ദേഷ്യം മാറാത്തത് കൊണ്ട് തന്നെ കത്രീന എന്തൊക്കെയോ ഇങ്ങനെ കിടന്ന് പറയുന്നതും ആ ഒരു ദേഷ്യം കാരണം നേരെ തോക്ക് കൊണ്ടുവന്ന് കത്രീനയുടെ വയറിലേക്ക് അവൻ ഷൂട്ട് ചെയ്യും. അതേസമയം ഇവിടെ ആ ഒരു അസിസ്റ്റന്റ് അവൾ ആളെയും കൂട്ടിയിട്ട് അലക്സ് പറഞ്ഞ ആ ഒരു സീക്രട്ട് പ്ലേസ് ഉണ്ടല്ലോ അവിടേക്ക് ഇപ്പൊ ചെല്ലുകയാണ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാല് ഒരേ ഒരു സിസ്റ്റം മാത്രം ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ റൺ ആയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ ഒരു അസിസ്റ്റന്റ് ആയാലും പതിയെ നടന്ന് ആ ഒരു സിസ്റ്റത്തിന്റെ അടുത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ ഒരു ഫോട്ടോ ഇരിക്കുന്നു. അതെടുത്ത് നോക്കുമ്പോൾ അതിൽ ഇവളുടെ ഫോട്ടോയാണ്. ആ ഒരു പബ്ലിഷർ എറിക്കണ്ടല്ലോ അവൻ എപ്പോഴും ഇവിടെ ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ ഒരു സമയത്ത് എടുത്ത ഫോട്ടോ ആണിത്. അങ്ങനെ ഈ ഒരു ഫോട്ടോ കാണുന്നതും അവളുടെ മനസ്സ് പതിയെ പതിയെ ഇങ്ങനെ മാറുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഈ അലക്സ് ചെയ്യുന്നത് തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ള കാര്യം. ഈ ഒരു പബ്ലിഷറിന് എറിക്കിന് അത്രയും അഹങ്കാരമാണ് പണം കിട്ടുന്നത് കൊണ്ട്. അതുകൊണ്ട് തന്നെ എറിക്കിന്റെ ആ ഒരു കോള് അവൾ കട്ട് ചെയ്ത് വിടുന്നതും എറിക്കിനിപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം കൂടെയുള്ളവർ പോലും അവനെ ചതിക്കുന്നു എന്നുള്ള രീതിയിൽ അവനിപ്പോ വേറെ വഴിയില്ല. അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് അവന്റെ പാർട്ണറിനെ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് $70 മില്യൺ എന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും എന്ന് പറയുന്നതും അയാളായാലും പറയും ഓക്കെ ശരി അത് ചെയ്യാം എന്നും പറഞ്ഞ് €70 മില്യൺ. അങ്ങനെ ഇത് അവന്റെ അക്കൗണ്ടിലേക്ക് വന്നതും എറിക്ക് പെട്ടെന്ന് അലക്സിന്റെ അക്കൗണ്ടിലേക്ക് ആ ഒരു പണമെല്ലാം അയക്കുന്നതും അവിടെയാണ് ഒരു ഒന്നൊന്നര ടെസ്റ്റ്. ഇതും കൂടി ആകുമ്പോഴത്തേക്കും എറിക്ക് ആ ഒരു ഫോൺ എടുത്തൊരു ഒറ്റ ഏറ്. അപ്പോഴേക്കും നമ്മുടെ ഡാരിയോ അവൻ ആ ഒരു ഫോൺ എടുത്ത് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ പണം അവന്റെ അക്കൗണ്ടിലേക്ക് ചെന്നതും മൊത്ത ബുക്കും ഇപ്പോൾ പബ്ലിഷായി. അതുകൊണ്ട് ഇനി എന്തായാലും എറിക്കിനെ കൊണ്ട് അതൊന്നും തടയാൻ കഴിയത്തില്ല, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എറിക്ക് ഒരു ഭ്രാന്തനായിട്ട് ആ ഒരു ദേഷ്യം കാരണം അലക്സിനെ ഷൂട്ട് ചെയ്തും കൊല്ലുന്നു. അതേസമയം പെട്ടെന്ന് അവിടെയുള്ള ആ ഒരു സെക്യൂരിറ്റീസ് ഉണ്ടല്ലോ അവർ പെട്ടെന്ന് ഇത്രയും നേരം ഒരു കുഴപ്പമില്ലാതെ അവർ സഹിച്ചത് എന്താണ്, ആരോ ഒരാള് ഈ ഒരു ബുക്കെല്ലാം മോഷ്ടിച്ചു, ഓക്കെ അത് കണ്ടുപിടിക്കട്ടെ. അതുകൊണ്ടാണ് ഇവരെല്ലാവരും ഇത്രയും നേരം ഇവരെല്ലാവരെയും ഉപദ്രവിക്കുന്നത് കണ്ടിട്ടും ക്ഷമിച്ചു നിന്നത്. പക്ഷെ ഇപ്പോൾ നമ്മുടെ എറിക്കാണെങ്കിൽ വളരെ കൊടൂരമായിട്ട് ഈ ഒരു രീതിയിൽ പെരുമാറുന്നത് കൊണ്ട് അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അവർ പെട്ടെന്ന് തോക്കെടുത്ത് എറിക്കിന്റെ നേരെ ഇങ്ങനെ വെക്കുകയാണ്. അങ്ങനെ അലക്സ് മരിച്ചെന്ന് പറഞ്ഞിട്ട് എല്ലാ സെക്യൂരിറ്റികളും വന്ന് അവനിങ്ങനെ പിടിക്കുമ്പോൾ അവൻ മരിച്ചിട്ടില്ല. അടുത്തൊരു ടെസ്റ്റ് അവന്റെ ഷർട്ടിനുള്ള ഒരു ബുക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ബുക്കിലാണ് ബുള്ളറ്റ് കൊണ്ടത്. അതുകൊണ്ട് തന്നെ അവനും എങ്ങനെയോ രക്ഷപ്പെട്ടു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ കാണിക്കുമ്പോൾ കത്രീന എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിനെ ബുള്ളറ്റ് കൊണ്ടല്ലോ അവളെ ഇപ്പോൾ ആശുപത്രിയിൽ കിടത്തിയിരിക്കുകയാണ്. അവൾ മരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അലക്സ് അവളുടെ അടുത്തിരുന്നിട്ട് വളരെ വിഷമത്തോടെ തന്നെ ശരി എന്തായാലും ആ ഒരു പബ്ലിഷർ എറിക്കുണ്ടല്ലോ അവനെ പോയി കാണാമെന്ന് പറഞ്ഞ് ഇപ്പോൾ എറിക്കിനെ കാണാനായിട്ട് ചെല്ലാണ്. എറിക്കിനാണെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റേഷനിൽ അടച്ചു വെച്ചിരിക്കുകയാണ്. കാരണം ഇത്രയും കൊടൂരമായിട്ടുള്ള രീതിയിൽ ഒരുപാട് പേരെ കൊല്ലാൻ ശ്രമിച്ചതിന്. അങ്ങനെ അലക്സ് വന്ന് സംസാരിക്കുമ്പോൾ എറിക്ക് പറയുന്നുണ്ട് എനിക്ക് ആദ്യം തന്നെ നിന്നെ നല്ല സംശയം ഉണ്ടായിരുന്നു. നിന്നെ നേരിട്ട് കണ്ടപ്പോൾ തന്നെ എനിക്കറിയാമായിരുന്നു. ആ ഒരു 2 ബുക്ക് വെച്ച് നീ അത് ഗസ് ചെയ്ത് 3ാമത്തെ ബുക്കിന്റെ ആദ്യത്തെ വരി അത് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞില്ലേ ആ ഒരു സമയം തന്നെ. അങ്ങനെയാണെങ്കിൽ നിനക്ക് ആ ഒരു ടൈമിൽ തന്നെ ഈ ഒരു സ്ക്രിപ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്നോടൊരു സത്യം പറയാ, നീ എങ്ങനെയാണ് ആ ഒരു ബുക്ക് മോഷ്ടിച്ചത്? നീ ഒരു കള്ളനാണ് എന്നെല്ലാം പറഞ്ഞ് നമ്മുടെ അലക്സിനെ ഒരുപാട് വഴക്ക് പറയുന്നത്. അങ്ങനെ നമ്മുടെ അലക്സ് പതിയെ അവന്റെ അടുത്തേക്ക് വന്നിട്ട് അവന്റെ നെഞ്ചിലൊരു മൈക്ക് ഇരിപ്പുണ്ട്. അതിങ്ങനെ കൈവച്ച് മൂടിയിട്ട് ഒരു 1.5 ടെസ്റ്റ് കൂടെ പറയും. സത്യത്തിൽ നിനക്കൊരു കാര്യം അറിയോ? സത്യത്തില് ആ ഒരു ബുക്ക് എഴുതിയതേ ഞാനാണ്, എന്റെ പേരാണ് ഓസ്കർ എന്നിങ്ങനെ പറയുന്നതും ആഹാ ഒരു 1.5 ടെസ്റ്റ് ആയിപ്പോയി. അപ്പോഴേക്കും വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ കാണിക്കുകയാണ്. നമ്മുടെ അലക്സ് കുട്ടിക്കാലം മുതലേ ആ ഒരു ജോർജ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു അപ്പൂപ്പനുണ്ടല്ലോ അയാളുടെ ആ ഒരു ബുക്ക് ഷോപ്പിൽ ഇങ്ങനെ വരാറുണ്ടായിരുന്നു. അതുപോലെ അലക്സിന്റെ അമ്മയും അച്ഛനും ഡിവോഴ്സ് ആയതുകൊണ്ട് തന്നെ അവന് ആരോടൊപ്പം നിൽക്കണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് സമയം കളയാൻ വേണ്ടിയിട്ട് അവൻ ഇടയ്ക്കിടയ്ക്ക് ഒരു ബുക്ക് സ്റ്റോറിൽ വന്ന് ഒരുപാട് സമയം ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ട് തന്നെ അവൻ ഈ ഒരു ബുക്കുകളോട് ഒരുപാട് ഇഷ്ടം തോന്നി തുടങ്ങി. അങ്ങനെ അവൻ വളർന്ന് കുറച്ച് വലുതാവുമ്പോഴത്തേക്കും അവനൊരു ബുക്ക് എഴുതണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഡെഡ്ലെസ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ബുക്ക് അവൻ എഴുതാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു ബുക്ക് വായിച്ച ആ ഒരു ജോർജ് എന്ന് പറഞ്ഞ അപ്പൂവൻ പറയും, ഹേയ് ഈ ഒരു ബുക്ക് അടിപൊളിയാണല്ലോ, നീ എന്തായാലും ഇത് പബ്ലിഷ് ചെയ്യ്, ഒരുപാട് അറിയപ്പെടും എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ അലക്സിനാണെങ്കിൽ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യാനായിട്ട് നല്ല പേടിയാണ്. അതുകൊണ്ട് തന്നെ അവൻ നല്ല രീതിയിൽ പേടിക്കുമ്പോൾ അതുകൊണ്ട് അലക്സ് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഓക്കെ ഞാനിത് പബ്ലിഷ് ചെയ്യാം, പക്ഷെ ഇത് എഴുതിയത് ഞാനാണെന്ന് ഒരിക്കലും മറ്റാരും അറിയരുത്, നിങ്ങൾ എഴുതിയതായിട്ട് മാത്രമേ എല്ലാവരും അറിയാവൂ എന്നുള്ള രീതിയിൽ ഈ ഒരു ജോർജ് അപ്പൂവൻ വഴിയാണ് ആ ഒരു ബുക്ക് അവൻ പബ്ലിഷ് ചെയ്യുന്നത്. അത് നമ്മുടെ ജോർജ് അപ്പൂവൻ അത് ആരുടെ കയ്യിലാണ് കൊടുക്കുന്നത്? എറിക് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്രാന്തന്റെ കയ്യിൽ. അവനാണെങ്കിൽ ആ ഒരു 2 ബുക്ക് പബ്ലിഷ് ചെയ്ത് അത് ഹിറ്റായതിനു ശേഷം പണം കിട്ടി അവന്റെ സ്വഭാവം തന്നെ മാറാൻ തുടങ്ങി. അതുമല്ലാതെ അലക്സിന് ഈ ഒരു കാര്യം ഒരിക്കലും ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എറിക് ഈ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് അഡ്വർടൈസ്മെന്റ് എല്ലാം ചെയ്യുമല്ലോ, അതെല്ലാം വളരെ മോശമായിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടാണ് ഈ ഒരു ബുക്ക് എല്ലാവരിലേക്ക് എത്തിക്കുന്നത്.
അതുകൊണ്ടാണ് അലക്സിന് ഈ ഒരു കാര്യം ഒരിക്കലും ഇഷ്ടപ്പെടാത്തത്. അതുകൊണ്ട് അലക്സ് പറയും, ഞാൻ ഈ ഒരു മൂന്നാമത്തെ ബുക്ക് ഒരിക്കലും പബ്ലിഷ് ചെയ്യാനായിട്ട് അവൻ്റെ കയ്യിൽ കൊടുക്കത്തില്ല എന്നിങ്ങനെ ജോർജ് അപ്പൂപ്പനോട് പറയുമ്പോൾ ജോർജ് അപ്പൂപ്പൻ പറയും, ഓക്കെ ശരി, ഞാൻ ഇനിയിപ്പോൾ എന്തായാലും അവനോട് ഇപ്പം ജോലി ചെയ്യാൻ പോകുന്നില്ല, നീ എന്തായാലും ആ ഒരു ബുക്ക് ബാക്കി എഴുതി തീർക്ക്, നമുക്ക് വേറെ ആരെങ്കിലും നോക്കാം എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു സീനിലായാലും ഒരു ഫ്ലാഷ് ബാക്കിൽ കാണിക്കുമ്പോൾ നമ്മുടെ ജോർജ് അപ്പൂപ്പൻ എറിക്കിനോട് പറയുമല്ലോ, നിന്നോടൊപ്പം ജോലി ചെയ്യാനായിട്ട് ഇനി എനിക്ക് താല്പര്യമില്ലാന്ന്. അതിന് കാരണം ഇതാണ്. പക്ഷേ എറിക്കാണെങ്കിലോ ജോർജിന്റെ അനുവാദം പോലും ചോദിക്കാതെ മൂന്നാമത്തെ ഭാഗം പബ്ലിഷ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും അനൗൺസ്മെന്റ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ഒരു കാര്യം നമ്മുടെ അലക്സും അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഇവനായിട്ടുള്ള ആ ഒരു കണക്ഷൻ തന്നെ ഇവർ കട്ട് ചെയ്തിട്ടും ഇവൻ എന്തിനാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്? അത് തൻ്റെ ബുക്ക് അനുവാദമില്ലാതെ എറിക്ക് പബ്ലിഷ് പോലും ചെയ്യാൻ പോകുന്നു. അതുകൊണ്ടാണ് നമ്മുടെ അലക്സ് ഈ ഒരു രീതിയിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ഇവിടെ പ്രസന്റിൽ കാണിക്കുമ്പോൾ നമ്മുടെ എറിക്ക് അലക്സ് ആണ് യഥാർത്ഥത്തിൽ ആ ഒരു ബുക്ക് എഴുതിയെന്ന് മനസ്സിലാക്കുന്നതും നമ്മുടെ അലക്സ് ഇപ്പോൾ അടുത്തൊരു ഷോക്കും കൂടി കൊടുക്കാണ്. 80 മില്യൺ യൂറോ ഉണ്ടല്ലോ, അത് ഇവൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചല്ലോ, ആ ഒരു പണം വീണ്ടും തിരിച്ച് എറിക്കിൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെ അയക്കും. എന്നിട്ട് പറയും, ഈ ഒരു 80 മില്യൺ കാശ് അതെങ്ങനെ നിനക്ക് കിട്ടിയെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും എല്ലാ തെളിവുകളും പോലീസിനോട് കാണിക്കേണ്ടതും ഇനി നീ തന്നെയാണ് എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ എറിക്കിന് ഇപ്പോഴും വിശ്വാസമില്ല അലക്സ് ആണ് ഈ ഒരു ബുക്ക് എഴുതിയെന്ന്. അവൻ എപ്പോഴും പറയണം, ഒരിക്കലില്ല, നീയല്ലേ ഈ ഒരു ബുക്ക് എഴുതിയത് എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും കാരണം ആ ഒരു ബുക്ക് എഴുതിയ അയാളെ ഞാൻ കൊന്നിട്ടാണ് ഈ ഒരു ബുക്ക് എടുത്തിട്ട് ഇവിടേക്ക് വന്നത് എന്നുള്ളൊരു കാര്യം നമ്മുടെ എറിക്ക് ഇങ്ങനെ പറയുന്നതും ഇവിടെയാണ് അടുത്തൊരു ടെസ്റ്റ് എന്താണെന്ന് കാണിക്കുമ്പോൾ സത്യത്തിൽ ആ ഒരു ഫ്ലാഷ് ബാക്കിൽ നമ്മുടെ ജോർജ് അപ്പൂപ്പൻ ഇനി നിന്നോടൊപ്പം വർക്ക് ചെയ്യാനായിട്ട് എന്നെ കൊണ്ട് കഴിയത്തില്ല എന്ന് പറയുന്ന ആ ഒരു സമയത്ത് എറിക്കിന് അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ എറിക്ക് ജോർജ് അപ്പൂപ്പനെ പടിക്കെട്ടിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ട് കൊല്ലുമായിരുന്നു. എന്നിട്ട് ഡെഡ്ലെസ് എന്ന് പറഞ്ഞ ആ ഒരു ബുക്കിന്റെ മൂന്നാമത്തെ വോളി ഇവിടെ ഉണ്ടായിരുന്നു, അതും എടുത്ത് ഇവിടെ നിന്ന് പോവുകയും ചെയ്യും. സത്യം പറഞ്ഞാൽ നമ്മുടെ അലക്സ് ആണ് ഈ ഒരു ബുക്ക് എഴുതിയിട്ട് മുത്തശ്ശനെ കൊണ്ട് അത് വിൽക്കാനായിട്ട് പറഞ്ഞത്. പക്ഷേ എറിക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് ഒരിക്കലും അലക്സും വിചാരിച്ചില്ല. അതുകൊണ്ടാണ് അലക്സിന് ഇത്രയും ദേഷ്യം വന്നതും. എന്നിട്ട് ആ ഒരു മൂന്നാമത്തെ വോളിയോ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ആ ഒരു ബുക്ക് സ്റ്റോർ മൊത്തത്തിൽ തീയിട്ട് നശിപ്പിച്ച് ഇതൊരു ആക്സിഡന്റ് ആണെന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുമായിരുന്നു. അപ്പൊ ഇത് കാരണമാണ് നമ്മുടെ അലക്സിന് കുറച്ചുകൂടി ദേഷ്യം വന്നതും ഇങ്ങനൊരു പണി തിരിച്ച് എറിക്കിനിട്ട് കൊടുക്കണമെന്ന് അവൻ പ്ലാൻ ചെയ്തത്. അങ്ങനെ നമ്മുടെ എറിക്ക് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആ ഒരു മൈക്കിലൂടെ ഈ പോലീസുകാരെല്ലാവരും കേട്ടു. പക്ഷെ ഒരു കാര്യം മാത്രം, നമ്മുടെ അലക്സ് ആണ് ഈ ഒരു ബുക്ക് എഴുതിയെന്നുള്ള മാത്രം അവർ കേട്ടില്ല. കാരണം എന്താ വെച്ചാൽ ആ ഒരു കാര്യം പറയുന്ന സമയത്ത് ആ ഒരു മൈക്ക് അവ മൂടി പിടിച്ചിട്ടാണ് എറിക്കിനോട് ആ ഒരു കാര്യം തന്നെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇനി എറിക്കിന് ഒരിക്കലും പുറത്തിറങ്ങാൻ കഴിയത്തില്ല, ജീവിതകാലം മുഴുവൻ അവൻ ജയിലിൽ തന്നെ കിടക്കണം. അങ്ങനെ ഈ ഒരു സന്തോഷത്തോടു കൂടി നമ്മുടെ അലക്സ് വെളിയിലേക്ക് ഇറങ്ങി വരാണ്. അവൻ ആ ഒരു ബുക്ക് പബ്ലിഷ് ആയിട്ട് അത്ര ഹിറ്റായത് കൊണ്ടൊന്നല്ല, തനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ആ ഒരു മുത്തശ്ശനെ കൊന്നതിനോടുള്ള ആ ഒരു പ്രതികാരം ചെയ്തതുകൊണ്ടാണ് അലക്സിന് ഇത്രയും സന്തോഷം. അതോടെ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു മൂവിയായിട്ട് വരുന്നത് വരയ്ക്കും ബൈ.